കുമാരനാശൻ 2024 100ാമത്തെ ചരമവാർഷികം ആചരിക്കപ്പെട്ട പ്രശസ്ത കവിയാണ് കുമാരനാശൻ. 2024 ജൂലൈയിൽ കുമാരനാശൻ്റെ പ്രതിമ സ്ഥാപിക്കപ്പെടുന്നത് ബാംഗ്ലൂരിലെ അൾസൂർ തടാകക്കരയിലാണ്. 1873 ഏപ്രിൽ 12 തിരുവനന്തപുരത്തെ കായിക്കരയിലാണ് കുമാരനാശൻ ജനിക്കുന്നത്. അപ്പോൾ മലയാളത്തിൻ്റെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം എന്നറിയപ്പെടുന്ന വീണപൂവ് 1907 കുമാരനാശൻ രചിക്കുന്നത്. കുമാരനാശൻ്റെ ആദ്യത്തെ കൃതിയാണ് വീണപൂവ്. അങ്ങനെ വീണപൂവ് ആദ്യമായി അച്ചടിക്കപ്പെട്ട മിതവാദി എന്നുള്ള പത്രത്തിലാണ്, മാസികയിലാണ്. വീണപൂവ് പുനഃപ്രസിദ്ധീകരിക്കുന്നത് ഭാഷാപോഷിണിയിലാണ്. കുമാരനാശനെ ദിവ്യകോകിലം എന്ന് വിളിച്ചത് ഡോക്ടർ ലീലാവതിയാണ്. അതുപോലെ തന്നെ കുമാരനാശനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹത്തിൻ്റെ കൃതിയായ മനുഷ്യ കഥാനുഗായികരിലാണ് വിളിച്ചിട്ടുള്ളത്. കുമാരനാശനെ ചിന്നസ്വാമി എന്ന് അഭിസംബോധന ചെയ്തത് ഡോക്ടർ പൽപ്പുവാണ്. വിപ്ലവത്തിൻ്റെ കവി, നവോത്ഥാനത്തിൻ്റെ കവി എന്നിങ്ങനെ കുമാരനാശനെ വിളിച്ചത് തായാട്ട് ശങ്കരനാണ്.